Hello guys. പിന്നെ വെൽക്കം പറയാൻ നമ്മുടെ അല്ലുക്കുട്ടനാണ് കേട്ടോ. അല്ലുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇങ്ങനെ പറയാൻ. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവനിങ്ങനെ വന്ന് കേട്ടിരുന്നിട്ട് അവൻ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞു നടക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ് എന്നും അല്ലെങ്കിൽ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. അമ്മ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അമ്മ ഫ്രഷ് ആവാൻ പോയതാണ്. അപ്പോൾ അല്ലുക്കുട്ടന് തക്കാളിപ്പനിയാണ്. അപ്പോൾ അവന് എന്താ പറയുക, കുറച്ച് വാശി നിർബന്ധമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ബാക്കി അടുക്കി പെറുക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. അമ്മ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി അച്ചുവും ഞാനൊക്കെ പറയുന്നുണ്ട് കപ്പ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇന്ന് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഇനി വൈകുന്നേരം രാത്രിത്തേക്ക് കപ്പ ഉണ്ടാക്കാം. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മീനും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മ ഫ്രഷായി വന്ന് കപ്പയുടെ പരിപാടിയൊക്കെ തുടങ്ങി. കപ്പ അമ്മയായിട്ടുണ്ടാക്കുന്നത്. നമ്മൾ ഇളക്കാമെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ വിചാരിച്ച് വേണ്ട, ഇങ്ങനെ വലിയ വലിയ പീസസ് ആക്കിയിട്ട് പുഴുങ്ങി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കറിയും കൂട്ടിയിട്ട് കുറച്ച് മുളകൊക്കെ ഉടച്ചൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് അങ്ങനെ ഒരു വൈബ് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മ കപ്പയുടെ പരിപാടിയൊക്കെ സെറ്റാക്കുകയാണ്. അമ്മയ്ക്കും വയ്യ കേട്ടോ, പനിയുണ്ട്. ഇപ്പം മഴ നനഞ്ഞിട്ടും പിന്നെ അല്ലുവിൻ്റെ നിന്ന് കിട്ടിയതാണോ എന്നറിയില്ല. തക്കാളിപ്പനി ഇങ്ങനെ പകരും എന്നൊക്കെ പറയുന്നുണ്ട്. അവന് പിന്നെ പനിയില്ല, മേലൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലോണം എല്ലായിടത്തും പൊന്തിയിട്ടുണ്ട് കേട്ടോ, മേലിൽ ഫുള്ള്. അപ്പോൾ അതിന് കലാമിൻ ലോഷൻ എപ്പോഴും ഇട്ട് കൊടുക്കലാണ്, കാരണം അവന് നല്ല ഇച്ചിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിതാ മീൻകറിക്ക് വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ കൂടെ ഇട്ടിട്ട് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അമ്മ പുളി ഫില്ല് ചെയ്യാണ് കേട്ടോ. നമ്മൾ പുളി ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കുത്തിയ പുളി ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഭരണിയിലാക്കി വെക്കലാണ്. അപ്പോൾ അത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ തേന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഞങ്ങളിങ്ങനെ കഴിച്ച് നോക്കി. എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ, ഒരു മധുരവും പുളിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അമ്മ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പോയി. അപ്പോൾ എന്നെ ഇങ്ങനെ ചീത്ത പറയുകയാണ് കേട്ടോ, കാരണം ഞാനിത് നനയ്ക്കാറില്ല പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് എന്നെ നനയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ചീത്ത പറയാണ്. പല്ലുകൂടം ചെന്നിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കച്ചറയാക്കുന്നുണ്ട്. വീടല്ലേ പൂ കിട്ടിയോ? അല്ല കിട്ട പൂ കിട്ടിയോ? സ്മോൾ What's that? അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വിശക്കെന്ന് പറഞ്ഞിട്ട് ബ്രെഡും മീൻകറിയും കൂടെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ അടുപ്പത്ത് കളന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാനിനി മീൻകറിയുടെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിയും തക്കാളിയും അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. ഈ കട്ടിങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ, കാരണം ഇതൊക്കെ അരിഞ്ഞുണ്ടാക്കി എടുക്കണ്ടേ. അപ്പോൾ വിചാരിക്കും മീൻ പൊരിച്ചാൽ മതിയെന്ന് കേട്ടോ. പക്ഷേ കറി വെച്ച് അതും കൂട്ടി കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയല്ല, ഇവിടെ അമ്മയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോർമലി ഇവിടെ അമ്മ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ തന്നെ, അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കുമല്ലോ, ഞാൻ അതുകൊണ്ട് പറയണതാണെന്നറിയില്ല. എന്തായാലും ഞാനാണിപ്പം ഇങ്ങനെ കറിയൊക്കെ കൂടുതലും വെക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അല്ലുക്കുട്ടൻ TV കാണുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നമ്മളടുത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. കപ്പയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അമ്മ പോയി കിടക്കണം, കാരണം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. പനിയൊക്കെ ആയതുകൊണ്ടായിരിക്കും, നല്ല ക്ഷീണമാണ്. അപ്പം ഞാനത് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. അമ്മ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കപ്പ അതൊന്ന് വാർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കപ്പയുടെ പരിപാടി കഴിഞ്ഞു. ഏട്ടൻ്റെ വീട്ടിലൊക്കെ അത് കടുക് താളിച്ചൊക്കെ എടുക്കും. നമ്മളും ഇടയ്ക്ക് കടുകൊക്കെ താളിക്കും, പക്ഷെ ഞങ്ങൾക്ക് കടുക് താളിക്കാതെ അല്ലാതെയും അങ്ങനെ തന്നെ കഴിക്കാനും രസമാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എടുക്കാറ്. ജസ്റ്റ് അതിങ്ങനെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് അങ്ങനെ എടുക്കും കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ വാർത്ത് കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് മീൻകറിയും കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. സാധാരണ കപ്പയ്ക്ക് അച്ഛനും ചോറൂടെ വേണം. അപ്പോൾ പക്ഷെ ഇന്ന് ചോദിച്ചപ്പോൾ അവന് ചോറ് വേണ്ട, അത് മാത്രം മതി പറഞ്ഞു. പിന്നെ രാത്രി ആയതുകൊണ്ട് കപ്പ മാത്രം കഴിച്ചാൽ ഗ്യാസ് കയറുമെന്നൊക്കെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇവിടെ എല്ലാവർക്കും നല്ല ഗ്യാസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചോറ് വെച്ചില്ല, ഇത് മാത്രം മതിയെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ മീൻകറിയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അലുകുട്ടൻ എന്താ പറയുക, ഒരു പകലൊന്നും ഉറങ്ങാത്തതുകൊണ്ട് ഇനി ഉറങ്ങുമെന്ന് ഇടയ്ക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി മീൻകറിയൊക്കെ ആക്കിയിട്ട് വേണം എനിക്ക് പോയി കുളിക്കണം. ഇന്ന് ഞാൻ പകൽ കുളിച്ചിട്ടില്ല കേട്ടോ. ലേറ്റായി നല്ല മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഭയങ്കര മടിയാണ് കുളിക്കാൻ. അങ്ങനെ ഞാൻ എന്താ മാങ്ങ ഉണ്ടെന്ന് മാങ്ങ കറിക്ക് വേണ്ടത് അരിഞ്ഞ് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് തിന്നാണ് കേട്ടോ. മാങ്ങ ഇങ്ങനെ ഉപ്പും കൂട്ടി കഴിക്കാറുണ്ട് ഭയങ്കര രസമാണല്ലോ. പിന്നെ കുറേ നാളായി മാങ്ങ കഴിച്ചിട്ട് കേട്ടോ. മാങ്ങ ഇപ്പോൾ സീസണൊന്നും അല്ലായിരിക്കും, ഇപ്പം ഇങ്ങനെ കൊണ്ടുവരില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മളിവിടെ മാവ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പറിച്ചൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ടുവരലുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അങ്ങനെ കഴിക്കാമെന്ന്. അങ്ങനെ മീൻകറി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി മുളക് ഉടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. അതും കപ്പയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റും ഫീലും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കപ്പ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മീൻകറിയിലും ചെറിയ ഉള്ളിയായിരുന്നു മുമ്പൊക്കെ ഇടാറ് കേട്ടോ. പിന്നെ ഇപ്പോൾ അതിങ്ങനെ വൃത്തിയാക്കാനുള്ള മടി കൊണ്ടാണ് സവാള ഇട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എളുപ്പപ്പണിയാണ്, ടേസ്റ്റും അതുപോലെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എന്താ ചെറിയുള്ളിയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉടച്ചെടുത്തു. ഇച്ചിരി നന്നായിട്ട് ഉടഞ്ഞു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് എണ്ണയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മുളക് ഉടച്ചത് റെഡി ആയിട്ടോ. ഭയങ്കര രസമാണ്. ഞങ്ങൾ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പയോ അല്ലെങ്കിൽ ചേനയോ ചേമ്പോ കായോ എന്തെങ്കിലുമൊക്കെ കാച്ചിലോ ഒക്കെ ഞങ്ങളിങ്ങനെ വേവിച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ പുഴുങ്ങിയിട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് ഈ മുളക് ഉടച്ചതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതിനൊന്നും സമയമൊന്നും കിട്ടാത്തതും പിന്നെ അമ്മ വരുമ്പോഴും ഒക്കെ ലേറ്റാവും. അങ്ങനെ ആ പരിപാടികളൊന്നുമില്ല. മുമ്പൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ അല്ലുകുട്ടൻ എൻ്റെ ഇടയ്ക്ക് ഇതാ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ പിന്നെ ഉണർത്തിയതാട്ടോ, കഴിക്കാത്തത് കൊണ്ടും ഇനി മരുന്നൊക്കെ കഴിക്കാണ്ടല്ലോ. അപ്പോൾ ഉണർത്തിയതാ അവന് ടി വിയും വെച്ച് കൊടുത്ത്. കടല ഇഷ്ടമാണ്, അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അമ്മേൻ്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയും കിടക്കുകയായിരുന്നു. അപ്പോൾ അവനിങ്ങനെ ഉറങ്ങിയോണ്ട് എണീറ്റ് അവൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ്റെ ഉറക്കമൊക്കെ ഒന്ന് മാറി സെറ്റായി വരുന്നുണ്ട്. മീൻകറി ഇതാ അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് കുറുകി വറ്റണം. ഭയങ്കര കറിയായിരുന്നാലും രസം ഉണ്ടാവില്ല, ഒന്ന് വറ്റി വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനതവിടെ വറ്റാൻ വെച്ചു. അപ്പോൾ അമ്മയും അല്ലുകുട്ടനും കൂടെ നല്ല കളിയാണ്. അവൻ കണ്ടു നന്നായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കലാമിൻ ലോഷൻ ഇട്ട് കൊടുത്താണ്. അപ്പോൾ കുറേ നേരം ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റൊക്കെ പോയി കാണും. എന്തായാലും ഞാൻ ആ സമയം കൊണ്ടുപോയി കുളിച്ച് വന്ന് പിന്നെ കുളി കഴിഞ്ഞുള്ള സ്ഥിരം കലാപരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എന്താ പറയുക, രാത്രി ആയതുകൊണ്ട് നമ്മളെ സ്കിൻ കെയറിൽ ഈ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു അണ്ടർ ഐ ക്രീമും ലിബാമുമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. വേറെ ഒന്നും ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് ഞാൻ കട്ടൻ ചായ ഇട്ടു. കട്ടൻ ചായ ഇട്ടപ്പോൾ അവൻ പഞ്ചസാര തിന്നാൻ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ ഇടുന്ന സമയത്ത് ഒരു ഇച്ചിരി പഞ്ചസാര ആണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പോൾ അതും കുറച്ച് കൊടുക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കൊടുത്ത് ചായയൊക്കെ ആക്കി. ഇതാ മീൻകറി ഉണ്ട്, നന്നായിട്ട് വറ്റി. എന്നാൽ ആവശ്യത്തിന് കറിയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. കഴിക്കാൻ എടുക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട, അമ്മ കുറച്ച് മുമ്പല്ലേ ബ്രെഡ് കഴിച്ചു, അപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളുടെ കഴിച്ചൊക്കെ തുടങ്ങി കേട്ടോ. പല്ലുകുട്ടൻ ഉറക്കത്തിൻ്റെ അതായതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ മടിയായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും കഴിച്ചു തുടങ്ങിയപ്പോൾ അവന് ഇഷ്ടമായി കേട്ടോ. അവന് കപ്പ ഞാൻ അങ്ങനെ കൊടുക്കലില്ല ഗ്യാസ് ആയതുകൊണ്ട്, എന്നാലും ഇന്നിപ്പോൾ കൊടുത്തതാണ്. അപ്പോൾ അവന് ഇഷ്ടമായിട്ടുണ്ട്. കാരണം നല്ല വെണ്ണ പോലത്തെ കപ്പയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അവൻ കരയുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ പിന്നെ അമ്മ എണീറ്റ് വന്നു കേട്ടോ. അമ്മ എണീറ്റ് വന്ന് അവൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഇങ്ങനെ കരയാണ്, ഉറക്കമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ കരയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല മുളകൊടിച്ചതും കപ്പയും മീൻകറിയൊക്കെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് തട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ കൂടെ നല്ല ചെറിയ ചൂടിൽ ലൈറ്റായിട്ടൊരു കട്ടനും കൂടെ ആകുമ്പം പൊള്ളിയാണ്. ഞങ്ങളിവിടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. കൂടുതലും എന്താ പറയുക കപ്പ അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു ഒരു രസമാണ്. അങ്ങനെ അല്ലുകുട്ടൻ ഒന്ന് ഇതായി വരുന്നുണ്ട്, കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ വന്ന് അവനെ എടുത്തു വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ കഴിക്കുന്നുണ്ടാവും. പിന്നെ അമ്മയും വിചാരിച്ചു തന്നാൽ പിന്നെ അമ്മയ്ക്കും കഴിക്കാം, പരിപാടിയും കഴിയുമല്ലോ. കാരണം അച്ഛനി വരുമ്പം ലേറ്റ് ആവും, കടയൊക്കെ അടച്ചിട്ടാണ് വരിക. എന്നാൽ പിന്നെ അമ്മയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അമ്മയും കൂടെ കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ മേലൊക്കെ കഴിച്ചെടുത്തു. അവനിനി മരുന്നൊക്കെ കുടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ മരുന്ന് കുടിക്കുന്ന സമയപ്പോൾ അവന് ബ്രെഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും എന്താ ബ്രെഡ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ എന്താ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ അവൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെൽക്കം പറഞ്ഞതൊക്കെ അവനാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഓണാക്കുന്ന കണ്ടാലേ അവൻ പീസും വിക്ടറിയും ഒക്കെ ആയിട്ട് വരും, ഇല്ലെങ്കിൽ ടാറ്റ കാണിച്ചും ചിരിച്ചൊക്കെ വരും കേട്ടോ.
അങ്ങനെ അവനെ മേലൊക്കെ കഴുകിച്ച് മരുന്നൊക്കെ കൊടുത്തെടുത്തു. എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കലാമിൻ ലോഷനിൽ കുളിപ്പിച്ച് നിർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഇച്ചിങ് ഉള്ളതുകൊണ്ട് ആ ഒരു പൊന്തലുള്ളിടത്തൊക്കെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവന് ഈ ഒരു മങ്കിയായിട്ട് കളിക്കുക. എന്നോട് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ TV ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇനി കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ സൗണ്ടൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നല്ല രസം അവൻ ഓരോന്നും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മങ്കിയാണ് ഇന്ന് മെയിനായിട്ട് കളിക്കാൻ എടുത്തേക്കുന്നത്. ഇന്ന് മങ്കീനെ വെച്ചിട്ടാണ് ഫുൾ ഡേ കളിയായിരുന്നു. അപ്പോൾ അതിനതാ കണ്ടോ ഹായ് ഒക്കെ പറയുകയാണ്. നമ്മളോട് ഹായ് ഒക്കെ പറയുകയാണ്. പക്ഷേ TVൻ്റെ സൗണ്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കട്ട് ചെയ്തത്. അങ്ങനെ മങ്കീനെയൊക്കെ ഉറക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിനി കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം പകൽ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അവന് ഉറക്കവും ക്ഷീണം ഉണ്ടാവും. അപ്പം നല്ലോണം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് കയറി. ഇനി അവിടെയും കുറച്ച് നേരം കളിയും ബഹളമൊക്കെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുക. എന്തായാലും ഇന്ന് വീഡിയോ എൻഡ് ചെയ്യുന്നത് അവനാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കാണാം. Super. Good night. വരങ്ങിയോ? വരങ്ങിയ ആള് കണ്ണടിക്കും. ഈ കണ്ണ് തുറക്കുന്നുണ്ട്. ഓ ഉറങ്ങിപ്പോയി. പറഞ്ഞ ബൈ ഫ്രണ്ട്സ്. പറഞ്ഞു ബൈ ഫ്രണ്ട്സ്. ഉമ്മ കൊടുക്ക്. Good night. Good night. Bye. Bye. Good night. Good night. Later.